എന്ന് പറഞ്ഞ് നമ്മളപ്പോൾ വേറൊരു നല്ല ഐഡിയ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ വീഡിയോ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഒരു ഫോമർ പ്രസിഡന്റ് ഓഫ് 20th Century Fox എന്ന് പറയുന്നത് ഒരു ലാർജ് 20th Century Fox വൺ ഓഫ് ദ 20th Century Fox മൂവീസ് 5 റെക്കോർഡ് കമ്പനീസിലൊന്നാണ്. അപ്പോൾ അതിൻ്റെ റിട്ടയർഡ് പ്രസിഡന്റ് ആ ബിൽഡിങ്ങിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹി ഹാഡ് എ സ്മോൾ ഓഫീസ്. നമ്മുടെ ഓഫീസിൽ തന്നെ ഒരു ഷെയർഡ് ഫെസിലിറ്റി ആയിരുന്നു. അപ്പം ഹി വാസ് ഫാസിനേറ്റഡ് ബൈ വാട്ട് വി വർ ഡൂയിങ്. അപ്പം അതുകൊണ്ട് പുള്ളി ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ ഈ ടെക്നോളജി വെച്ചിട്ട് വീഡിയോ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. നെറ്റ്ഫ്ലിക്സ് 98 വരുന്നത്. നെറ്റ്ഫ്ലിക്സ് ഉണ്ട്. അപ്പോൾ പുള്ളി ഇത് കുറേ നാളായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ കമ്പനി പബ്ലിക് ആകുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു, ഓക്കെ ദിസ് ഇസ് എന്തായാലും പുതിയ മാനേജ്മെന്റ് ഒക്കെ വരും. മോഹൻ ഡിസൈഡഡ് ടു കണ്ടിന്യൂ. ഞാൻ ലീവ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ ഐഡിയ ഒന്ന് പെർസ്യൂ ചെയ്യാന്ന് വിചാരിച്ചു. മൂവി മൂവി നെറ്റ്ഫ്ലിക്സ് ഓൺ ഡിമാൻഡ് അതായിരുന്നു അതിന്റെ പേരെന്തായിരുന്നു? അമേസിംഗ് ഹിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതിനു മുമ്പ് ഈ stamps.com പറ്റി പറയുകയാണെങ്കിൽ അതൊരു നല്ല സക്സസ്ഫുൾ ആയിരുന്നല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് യു മെയ്ഡ് ഗുഡ് amount of money after the IPO. So what you could have done retired. What made you start again? Like what made you to behind it again? അല്ല, അത് നമ്മൾ അത്രയും യങ് അല്ലേ റിട്ടയർ ചെയ്യാനുള്ള. ബിഗ് മണി വരുമ്പോൾ people have this tendency to go out of it and not even start again. So you had the courage to come again and start. അതായത് ഇതില് നമ്മൾ ആ മണിയെല്ലാം ഇതിൽ കൊണ്ടുവന്ന് അടുത്ത വെഞ്ചറിൽ കൊണ്ടുവന്നിടുകയും ചെയ്തു. എലൻ മസ്ക് പോലെ മൊത്തം എടുത്ത് ഇതിൽ കൊണ്ടുവന്നിടുകയും ചെയ്തു. അതായത് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഐഡിയ സൗണ്ടഡ് ഗുഡ്. അതായത് നമ്മൾ ഈ stamps.com ഒക്കെ ചെയ്തെങ്കിലും ഇറ്റ്സ് നോട്ട് സംതിങ് യു വുഡ് യൂസ് എവറി ഡേ. ഇതാകുമ്പോ നമ്മൾ വൈകിട്ട് വീട്ടിൽ വന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഒരു കാറ്റലോഗ് ബ്രൗസ് ചെയ്ത് ഒരു മൂവി കാണുക എന്ന് പറയുന്നത്. അല്ല, നമ്മൾ ഡൗൺലോഡിലേക്ക് എത്തി അപ്പോഴത്തേക്കും ഡൗൺലോഡിലെത്തി. അപ്പോൾ അതായിരുന്നു ഐഡിയ. Amazing Hits Netflix on demand. How did that go? അത് നമ്മൾ ആദ്യം മ്യൂസിക്കിൽ തുടങ്ങി. മ്യൂസിക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്ലേ ചെയ്യുക എന്നുള്ള സ്പോട്ടിഫൈ ഒക്കെ ഉള്ളതുപോലെ മ്യൂസിക്കും വീഡിയോയും നമ്മൾ ചെയ്തു. ഒരു വീഡിയോ പ്ലെയർ ഒക്കെ ഉണ്ടാക്കി നമ്മൾ. അതായത് പക്ഷെ ഒരൊറ്റ പ്രശ്നം, നമുക്ക് അന്ന് ഫണ്ടിങ് എല്ലാം ഉണ്ടായിരുന്നു. പലരും ഫണ്ട് ചെയ്യാൻ വില്ലിങ് ആയിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചു, ഓക്കെ നമ്മുടെ കയ്യിൽ മണി ഉണ്ടല്ലോ, ആൻഡ് we decided to fund it ourselves. നമുക്ക് മാക്സിമം ബൂട്ട്സ്ട്രാപ്പ് ചെയ്ത് പോവാം. എന്നിട്ട് മാർക്കറ്റിംഗ് റെഡി ആകുമ്പോഴത്തേക്കും ഗോ ആൻഡ് റേസ് മണി എന്നുള്ള ഒരു. പക്ഷേ നമ്മൾ ഇതെല്ലാം പ്രോഡക്റ്റ് എല്ലാം റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്കും .com ക്രാഷ് വന്നു. അപ്പോൾ nobody wanted to talk to you, right? .com എന്നുള്ള. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ലെസൺ എന്ന് പറഞ്ഞാൽ മണി ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ എടുത്തില്ല. കാരണം ഇതൊന്നും ലാസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ യൂഫോറിയ മൊമെന്റിൽ നമ്മൾ എനി ടൈം പീപ്പിൾ വിൽ ഗെറ്റ് മണി എന്നുള്ളത്. ബട്ട് ദാറ്റ്സ് നോട്ട് ദ കേസ്. മാർക്കറ്റ് ചിലപ്പോൾ ഡിപ്രഷനിലാണ്. പീപ്പിൾ ഡോണ്ട് ഈവൻ വാണ്ട് ടു സ്പെൻഡ് മണി. അതായത് ആ സമയത്ത് ഇറ്റ് കിൽഡ് എ ലോട്ട് ഓഫ് കമ്പനീസ്. .com ക്രാഷ് എന്ന് പറയുന്നത് ഇറ്റ് പെർട്ടിക്കുലർലി അഫക്റ്റഡ് ഓൾ ദ .coms. എല്ലാ ആമസോൺ എല്ലാം വളരെ ഒരുപാട് മാർക്കറ്റ് വാല്യൂ ഡ്രോപ്പ് വന്ന സമയമായിരുന്നു. അന്നൊക്കെ ആമസോൺ വാങ്ങാൻ പറ്റിക്കുന്നത് ഐഡിയൽ. No. അന്നും when the market was giving some message, did you have a conviction that this will all eventually play out well? ഒരു kind of consciousness or more of അങ്ങനെ ഒരു it was scary. അപ്പം നമ്മളും സ്കേർഡ് ആവും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അത്രയും 1-2 സൈക്കിൾസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്കൊരു കോൺഫിഡൻസ് വരത്തുള്ളൂ. At the end of the day, you need to find the next job. അപ്പോൾ ആ പെർസ്യൂട്ടിലാണ്. അപ്പം ഇത് വർക്കൗട്ട് ചെയ്യാത്ത കാരണം വളരെ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. You lost all the money you had from the IPO. എല്ലാം പോയി. പക്ഷേ നമ്മളിപ്പോഴും ഒരു 2 ജോബൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ അപ്പൊ അത് കഴിഞ്ഞപ്പോ കല്യാണം കഴിക്കാൻ. ഓൾഡ് വരൂ? ഞാൻ 23.
23 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 23, 24, 24. You got married at 23rd. അല്ല എന്ന് പറഞ്ഞാൽ 25 ആണ്. How was that experience, like, you know, bringing on a partner, running a startup? ആ ഒരു ലൈഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ would you recommend it? ഐ ഡോണ്ട് നോ. Looking back, it was a lot. ലുക്കിംഗ് ബാക്ക് അന്ന് ഞാൻ ഒരു പറഞ്ഞായിരുന്നു, ഓക്കെ ഐ വുഡ് ബി ബാങ്ക്രപ്റ്റ് ബൈ ദ ടൈം വി ഗെറ്റ് മാരീഡ്. അപ്പൊ അത് ഷീ വാസ് ഓക്കെ വിത്ത് ഇറ്റ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രഷർ ഇല്ലായിരുന്നു. That's good. ഐ സെഡ് ഓക്കെ. അത് കഴിഞ്ഞ് നമ്മളൊരു ജോലിയൊക്കെ എടുത്ത് സുഖമായിട്ട്, അപ്പൊ അതുവരെ എന്ത് എക്സ്പെരിമെന്റ് ചെയ്യാൻ ബില്ലിംഗ് ആണ്. ഷീ വാസ് വെരി സപ്പോർട്ടീവ് ആസ് വെൽ. അപ്പോൾ അത് കഴിഞ്ഞ്